to IET English Learning Club. എപ്പിസോഡ് 27 ദിവസം. അനായാസം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഷാൽ ബി, വിൽ ബി, ആയിരിക്കും എന്ന് അർത്ഥം വരുന്ന ഷാൽ ബി, വിൽ ബി ഉപയോഗിച്ച് നിത്യജീവിതത്തിൽ നമ്മൾ ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും നിഷേധിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അവയ്ക്കുത്തരങ്ങൾ പറയുന്നതിനെയും കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഐ വിൽ ബി ലേണിംഗ് ഹിന്ദി ദിസ് ടൈം ടുമോറോ. ഞാൻ നാളെ ഈ സമയത്ത് ഹിന്ദി പഠിക്കുകയായിരിക്കും. ഐ വോണ്ട് ബി ലേണിംഗ് ഹിന്ദി ദിസ് ടൈം ടുമോറോ. ഞാൻ നാളെ ഈ സമയത്ത് ഹിന്ദി പഠിക്കുകയായിരിക്കുകയില്ല. വിൽ യു ബി ലേണിംഗ് ഹിന്ദി ദിസ് ടൈം ടുമോറോ? നീ നാളെ ഈ സമയത്ത് ഹിന്ദി പഠിക്കുകയായിരിക്കുമോ? യെസ്, ഐ വിൽ. അതെ, ഞാൻ പഠിക്കുകയായിരിക്കും. വോണ്ട് യു ബി ലേണിംഗ് ഇംഗ്ലീഷ് ദിസ് ടൈം ടുമോറോ? നീ നാളെ ഈ സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കില്ലേ? നോ, ഐ വോണ്ട്. അല്ല, ഞാൻ പഠിക്കുകയായിരിക്കില്ല. ഷീ വിൽ ബി വാക്കിംഗ് ടു സ്കൂൾ ടുമോറോ. അവൾ നാളെ സ്കൂളിലേക്ക് നടക്കുകയായിരിക്കും. ഷീ വോണ്ട് ബി വാക്കിംഗ് ടു സ്കൂൾ ടുമോറോ. അവൾ നാളെ സ്കൂളിലേക്ക് നടക്കുകയായിരിക്കില്ല. വിൽ ഷീ ബി വാക്കിംഗ് ടു സ്കൂൾ ടുമോറോ? നാളെ അവൾ സ്കൂളിലേക്ക് നടക്കുകയായിരിക്കുമോ? യെസ്, ഷീ വിൽ. അതെ, അവൾ നടക്കുകയായിരിക്കും. വോണ്ട് ഷീ ബി റണ്ണിംഗ് ടു സ്കൂൾ ടുമോറോ? അവൾ നാളെ സ്കൂളിലേക്ക് ഓടുകയായിരിക്കില്ലേ? നോ, ഷീ വോണ്ട്. ഇല്ല, അവൾ ഓടുകയായിരിക്കില്ല. ഷീ വിൽ ബി വാഷിംഗ് ക്ലോത്ത്സ് അറ്റ് നൂൺ. അവൾ ഉച്ചയ്ക്ക് വസ്ത്രങ്ങൾ അലക്കുകയായിരിക്കും. ഷീ വോണ്ട് ബി വാഷിംഗ് ക്ലോത്ത്സ് ദിസ് ഈവനിംഗ്. അവൾ വൈകുന്നേരം വസ്ത്രങ്ങൾ അലക്കുകയായിരിക്കില്ല. വിൽ ഷീ ബി വാഷിംഗ് ക്ലോത്ത്സ് അറ്റ് നൂൺ? അവൾ ഉച്ചയ്ക്ക് വസ്ത്രങ്ങൾ അലക്കുകയായിരിക്കുമോ? യെസ്, ഷീ വിൽ. അതെ, അവൾ അലക്കുകയായിരിക്കും. വോണ്ട് ഷീ ബി അയണിംഗ് ക്ലോത്ത്സ് ദിസ് ഈവനിംഗ്? അവൾ വൈകുന്നേരം വസ്ത്രങ്ങൾ ഇസ്തിരിയിടുകയായിരിക്കില്ലേ? നോ, ഷീ വോണ്ട്. ഇല്ല, അവൾ ഇസ്തിരിയിടുകയായിരിക്കില്ല. ഹി വിൽ ബി അപ്പിയറിംഗ് ഇൻ ആൻ ഇന്റർവ്യൂ ടുമോറോ. അദ്ദേഹം നാളെ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരിക്കും. ഹി വോണ്ട് ബി അപ്പിയറിംഗ് ഇൻ ആൻ ഇന്റർവ്യൂ ടുമോറോ. അദ്ദേഹം നാളെ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരിക്കില്ല. വിൽ ഹി ബി അപ്പിയറിംഗ് ഇൻ ആൻ ഇന്റർവ്യൂ ദി ഡേ ആഫ്റ്റർ ടുമോറോ? അദ്ദേഹം മറ്റന്നാൾ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരിക്കുമോ? നോ, ഹി വോണ്ട്. അല്ല, അദ്ദേഹം പങ്കെടുക്കുകയായിരിക്കില്ല. വോണ്ട് ഹി ബി അപ്പിയറിംഗ് ഇൻ ആൻ ഇന്റർവ്യൂ ടുമോറോ? അദ്ദേഹം നാളെ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരിക്കില്ലേ? യെസ്, ഹി വിൽ. അതെ, അദ്ദേഹം പങ്കെടുക്കുകയായിരിക്കും. വി വിൽ ബി ട്രാവലിംഗ് ടു മലമ്പുഴ നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ അടുത്തയാഴ്ച മലമ്പുഴയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കും. വി വോണ്ട് ബി ട്രാവലിംഗ് ടു മലമ്പുഴ നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ അടുത്തയാഴ്ച മലമ്പുഴയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കില്ല. വിൽ യു ബി ട്രാവലിംഗ് ടു കൊച്ചി നെക്സ്റ്റ് വീക്ക്? നിങ്ങൾ അടുത്തയാഴ്ച കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുകയായിരിക്കുമോ? യെസ്, വി വിൽ. അതെ, ഞങ്ങൾ യാത്ര ചെയ്യുകയായിരിക്കും. വോണ്ട് യു ബി ട്രാവലിംഗ് ടു കോട്ടയം നെക്സ്റ്റ് വീക്ക്? നിങ്ങൾ അടുത്തയാഴ്ച കോട്ടയത്തേക്ക് യാത്ര ചെയ്യുകയായിരിക്കില്ലേ? നോ, വി വോണ്ട്. അല്ല, ഞങ്ങൾ യാത്ര ചെയ്യുകയായിരിക്കില്ല. ഹൗ വിൽ ഹി ഗോയിങ് ടു ഹൈദരാബാദ് ടുമോറോ? അവൻ നാളെ ഹൈദരാബാദിലേക്ക് എങ്ങനെ പോവുകയായിരിക്കും? ഹി വിൽ ബി ഗോയിങ് ബൈ ഫ്ലൈറ്റ്. അവൻ വിമാനത്തിൽ പോവുകയായിരിക്കും. വെൻ വിൽ ഷീ ബി ഗോയിങ് ടു ചെന്നൈ? അവൾ എപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയായിരിക്കും? ഷീ വിൽ ബി ഗോയിങ് നെക്സ്റ്റ് വീക്ക്. അവൾ അടുത്തയാഴ്ച പോവുകയായിരിക്കും. ഹൂ വിൽ യു ബി ഗോയിങ് വിത്ത്? നിങ്ങൾ ആരുടെ കൂടെ പോവുകയായിരിക്കും? ഐ വിൽ ബി ഗോയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പോവുമായിരിക്കും. വാട്ട് വിൽ യു ബി പ്ലേയിങ് ടുമോറോ ഈവനിംഗ്? നിങ്ങൾ നാളെ വൈകുന്നേരം എന്ത് കളിക്കുകയായിരിക്കും? വി വിൽ ബി പ്ലേയിങ് ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കും. വിൽ യു ബി പ്ലേയിങ് ക്രിക്കറ്റ് ടുമോറോ? നിങ്ങൾ നാളെ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കുമോ? യെസ്, ഐ വിൽ. അതെ, ഞാൻ കളിക്കുകയായിരിക്കും. വിൽ യു ബി പ്ലേയിങ് ചെസ് ടുമോറോ? നിങ്ങൾ നാളെ ചെസ് കളിക്കുകയായിരിക്കുമോ? നോ, വി വോണ്ട്. ഇല്ല, ഞങ്ങൾ കളിക്കുകയായിരിക്കില്ല. വെർ വിൽ യു ബി ഗോയിങ് ദിസ് ടൈം ടുമോറോ? നീ നാളെ ഈ സമയത്ത് എവിടെ പോവുകയായിരിക്കും? ഐ വിൽ ബി ഗോയിങ് ടു എ ഫിലിം. ഞാനൊരു സിനിമയ്ക്ക് പോവുകയായിരിക്കും. വിൽ ഷീ ബി സിംഗിങ് ടുനൈറ്റ്? അവൾ ഇന്ന് രാത്രി പാടുകയായിരിക്കുമോ? യെസ്, ഷീ വിൽ. അതെ, അവൾ പാടുകയായിരിക്കും. വിൽ ഹി പ്ലേയിങ് ഡ്രാമ ദിസ് ഈവനിംഗ്? അവൻ ഇന്ന് വൈകുന്നേരം നാടകം കളിക്കുകയായിരിക്കുമോ? നോ, ഹി വോണ്ട്. അല്ല, അവൻ കളിക്കുകയായിരിക്കില്ല. വിൽ ദേ ബി ആസ്കിംഗ് ക്വസ്റ്റ്യൻ ടു ഹെർ ഇൻ ദ ക്ലാസ്?
അവർ അവളോട് ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുകയായിരിക്കുമോ? യെസ്, ദേ വിൽ. അതെ, അവർ ചോദിക്കുകയായിരിക്കും. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 200 രൂപ വിലയുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന പുസ്തകം വെറും 99 രൂപയ്ക്ക് ലഭിക്കും. 9446178038 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ.